അപ്പൊ നമ്മുടെ കലണ്ടറിൽ ഏത് ഡേറ്റ് പറയില്ലേ? ഏത് ദിവസം പറയോ? യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 126-24 തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ്. يرجى من حضرات ركاب الطائرة طيران الإمارات هذا رقم ജാപ്പനീസില് ഓഹായോ ഗോസൈമസ് എന്നും പറയും. പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ ജാപ്പനീസില് കുനിഷിവ. വേറെ കുറെ ഉണ്ട്. കുറെ സുഖാണ്. ഇപ്പൊ എത്രയിലാ പഠിക്കണേ? 5-ലെത്തില്ലേ? അന്ന് നമ്മള് കാണുമ്പോ എത്രയിലും 3 അല്ലേ? അന്ന് എനിക്ക് ഓർമ്മ ഉണ്ടോ നമ്മളെ പെരിന്തൽമണ്ണക്ക് നമ്മളെ ആ ഒരു ക്രിയ അല്ലെ MLA നജീബ് ഖാന്റെ ഓർമ്മ ഉണ്ടോ? അവിടെ വന്നിട്ടാണ് ഞാൻ എന്നെ ആദ്യമായിട്ട് കാണുന്നത്. അതിന്റെ മുമ്പ് മൊയ്നുഖാന്റെ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ നമ്മളെ കലാപരിപാടികൾ തുടങ്ങിയാലോ? അല്ലട്ടോ നമ്മളെ കാക്ക പറഞ്ഞു കുഴപ്പമില്ല. അതൊന്നും അറിയില്ലല്ലോ പാവം. അപ്പൊ നമ്മളെ അൽവിന മോളെടുത്താണ് ഞാൻ നിന്നിട്ടില്ലേ. ഞാൻ എപ്പോഴും ഇങ്ങനെ മഞ്ചേരിക്ക് വരുമ്പോൾ ഇങ്ങനെ വരണം നാளைക്കും. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തിരുന്നു. അവിടെ MLA പരിപാടിയാണ് പെരിന്തൽമണ്ണ. അപ്പോൾ അൽവിന മോൾക്ക് 3-ാം വയസ്സ് വരെ കാഴ്ച ഉണ്ടായിരുന്നില്ല. പിന്നെ 3 വയസ്സിന് ശേഷം കാഴ്ച കിട്ടി. പിന്നെ 8-ാം വയസ്സിൽ വീണ്ടും കാഴ്ച പോയിത്രേ. ഇൻഷാ അല്ലാഹ് ശരിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ? നമ്മളെ ഒരുപാട് പ്രതീക്ഷയിലാണ്. ഓരോ ഭാഗത്തേക്കും ചികിത്സിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ശരിയാവട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മളെ അൽവിന മോൾക്ക് വേണ്ടി. കാരണം ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണ് അവൾ. വെറും എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഒരു എങ്ങനെ പറയാ എല്ലാം എന്തൊക്കെ കഴിവുകളെന്ന് പറഞ്ഞു കൊടുത്താ പാട്ടും പിന്നെ കീബോർഡ് വായിക്കുന്നതും കലണ്ടർ ലാംഗ്വേജസ് കലണ്ടർ നമുക്ക് ഏത് ഡേറ്റ് വേണമെങ്കിലും പറഞ്ഞു തരും അല്ലേ? അങ്ങനെയല്ലേ? അതായത് നമ്മുടെ ഏത് ഡേറ്റ് ദിവസം പറഞ്ഞു കൊടുത്താൽ ആ ഡേറ്റ് പറഞ്ഞു തരും. ആ ഡേറ്റ് പറഞ്ഞ ദിവസം പറഞ്ഞു കൊടുക്കുമോ? അതും പറഞ്ഞു കൊടുക്കും. പിന്നെന്താണ്? പിന്നെ ലാംഗ്വേജ്. പിന്നെ ഈ കാഴ്ച ഇല്ലാത്തവർക്ക് പ്രത്യേക ഒരു കഴിവ് പൊതുവേ പഠിച്ചു കൊടുക്കലുണ്ട്. ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് കണ്ടാലും ഇവർ ആ കൈമ തൊട്ട് കഴിഞ്ഞിട്ട് പറയും ഇന്ന ആളാണെന്ന് പറയും. അങ്ങനെ കഴിവുണ്ട് ഈ കാഴ്ച ഇല്ലാത്തവർക്കൊക്കെ. അപ്പൊ എല്ലാവരേക്കാളും കൂടുതൽ കഴിവുള്ള ഒരു കുട്ടിയാണ് നമ്മളെ അൽവിന മോൾ, നീനു മോൾ അല്ലേ? യെസ് അതാണ്. നീനു മോള് ഭയങ്കര ഉഷാറായിട്ടില്ലേ? ഏതാ പാട്ടല്ലേ? അടിപൊളി അല്ലേ? നമ്മളെ അതിന്റെ കൂടെ അതായത് ഇത് കാണാതെ ഇപ്പൊ ഇത് വായിക്കണിട്ടില്ല. അത് നമ്മൾ ആദ്യം ചിന്തിക്കണം. പിന്നെ അതിന്റെ പുറത്ത് നമ്മള് എന്താ അവര് പാടും ചെയ്യണം. അതിന്റെ കൂടെ എല്ലാ മെമ്പർമാരും ഒരുമിച്ച് ചെയ്യണം. അപ്പൊ അടുത്ത എന്താണ്? റിംഗ് ടൂൺസ് അല്ലേ അൽവേ? അപ്പൊ ഏതൊക്കെ റിംഗ് ടൂൺസ് നമ്മള് ചെയ്യുന്നത്? നോക്കിയ ക്ലാസിക് റിംഗ് ടൂൺ. നോക്കിയ ക്ലാസിക് റിംഗ് ടൂൺ. അതൊന്ന് കേട്ടോക്കാം നമുക്ക്. നോക്കിയ ഓൾഡ് ക്ലാസിക് റിംഗ് ടോൺ. എയർടെൽ ഫ്ലൂട്ട് റിംഗ് ടോൺ. എയർടെൽ ഐഫോണ്. റെഡ്മി റെഡ്മിയിലെ പിന്നെ ഹോണർ ഹുവായി. ഹുവായിന്റെ
അടുത്തത് BSNL മെസ്സേജ്. BSNL മെസ്സേജ്. യെസ്. Please on the callers go for free. For unlimited free songs, dial 56700. BSNL in content in India. Thank you for calling. Okay, അടിപൊളി. ഞാൻ അടുത്തത് മറ്റേ മുൻഷി. ഏഷ്യാനെറ്റ് മുൻഷി അല്ലേ? ന്യൂസിത്തെ. ന്യൂസിത്തെ. മരം ഒരു വരം, പാന ഒരു മരം. ഓക്കെ റെഡി. ഓക്കെ എന്തൊക്കെയാണ്? റെയിൽവേ അനൗൺസ്മെന്റും ഫ്ലൈറ്റ് അനൗൺസ്മെന്റും. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 126-24 തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് തൃശൂർ സ്റ്റേഷൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രയും കൃപയ ധ്യാൻ दीजिए. गाड़ी नंबर 126 ट्रिवांड्रम चेन्नई एक्सप्रेस थोड़ी भी देर में त्रिशूर स्टेशन प्लेटफॉर्म नंबर 2 पर आएगी. Your attention please. Train number 126 Trivandrum Chennai Express will arrive shortly on Thrissur Station, platform number 2. Okay, അടിപൊളി. Next ne flight announcement ആണ്. ഫ്ലൈറ്റിന്റെ അല്ലേ? ഇനി ഫ്ലൈറ്റ് അനൗൺസ്മെന്റ്. ഒരു മിനിറ്റ്. يرجى من حضرات ركاب الطائرة طيران الإمارات رحلة رقم 123 ومتوجهة إلى لندن هيثرو. أرجى التوجه إلى الطائرة من خلال أبواب رقم 4. അയ്യോ ഇതൊക്കെ ഇവിടുന്ന് പഠിച്ചേ? യൂട്യൂബിൽ നോക്കിയില്ലേ? അപ്പൊ ഈ പിയാനോ ഉണക്ക് എങ്ങനെ മനസ്സിലായത്? ഇങ്ങനെ വായിക്കാൻ കഴിയുന്നില്ലേ? സ്വന്തമായിട്ട് പഠിച്ചതാണ്. പെരിയോനെ റഹ്മാൻ അല്ലേ? അതല്ലേ അതൊന്ന് വായിച്ചോട്ടെ നമ്മള്. പക്ഷെ എനിക്കറിയോ? അറിയാം. അപ്പൊ ഞാൻ നോക്കണം. ഞാൻ ഏതായാലും ഇപ്പൊ പുതിയൊരു പാട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നോക്കിക്കോട്ടെ. ഏതാ പാട്ട്? കുറുപ്പിത പാട്ട്.
ഈ അടിപൊളി. അപ്പൊ നമ്മുടെ കലണ്ടറിൽ ഏത് ഡേറ്റ് പറയില്ലേ? ഏത് ദിവസം പറയോ? 2022 മെയ് തേഴ്സ്ഡേ. അതിൽ ഏതൊക്കെ കേട്ടോ കാണില്ലേ? 2022 മെയ് വ്യാഴാഴ്ച ഏതാണ് ചോദിച്ചത്. അപ്പൊ 5, 12 വ്യാഴാഴ്ച ഏതൊക്കെ ദിവസം? 5, 12, 19, 26 ആണല്ലേ? 5, 12, 19, 26. അവള് കാണാതെ ഈ പറയേണ്ട കണ്ടു പഠിച്ചത് പറഞ്ഞിട്ടില്ല, അതുകൂടി മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ 2022 ജൂലൈ 7-ാം തീയതി എന്താ വരാ? ജൂലൈ 7th. It's Thursday. യെസ്, വ്യാഴാഴ്ച ആണല്ലേ? അതേപോലെ തന്നെ നമുക്കൊന്ന് കുറച്ച് ബാക്കിൽ പോയാലോ. 2017 മാർച്ച് 15 മാർച്ച് 15 വെൻസ്ഡേ. യെസ്. 2023 ഓഗസ്റ്റ് 17 ഏതാ ദിവസം വരിക? തേഴ്സ്ഡേ. കറക്റ്റ് ആണ്. ഞാൻ എന്നെ തെറ്റിച്ചു അല്ലേ? അപ്പൊ 2023 ഒക്ടോബർ 26 എന്താ ആഴ്ചയാണ്? ഒക്ടോബർ 26 വ്യാഴാഴ്ച. അപ്പൊ ഞാൻ ഇതിപ്പോ എന്താ അറിയോ, അത് ഞാനെങ്കിലും ചെറുതായിട്ടെങ്കിലും കാണുന്നുണ്ടോ എന്ന് വിചാരിച്ചു. ആ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ അവിടെ കൊണ്ടിരുത്തിയിട്ടില്ലേ. അപ്പൊ അവൾ അവിടെയും ഞാൻ ഇവിടെയാണ്. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഒരു ഇതിലേക്ക് ഈ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു അക്ഷരം ഏതാന്ന് പറയും. ഓക്കെ, ഞാൻ ഇതിൽ ഈ ഒരു കീ നക്കി അല്ലേ, ഇത് ഏതാ മനസ്സിലാവല്ലേ? ഇതിപ്പോ അവൾ കേൾക്കണെന്ന് ഞാൻ പറയാത്തെ. ഓക്കെ, ഇത് നക്കി അമർത്തി കഴിഞ്ഞാൽ അവൾ പറഞ്ഞു തരും ഏതാന്നില്ലേ. സി ആണല്ലേ? ഇത് നോക്കിയോ സി ഇതൊക്കെയാണോ? അല്ലേ? നീയാണല്ലേ ഇതിനെന്ത് പറയാ? ഷാർപ്പ്. എ ഷാർപ്പ് ആണോ? ഡി ഷാർപ്പ്. എഫ് പിന്നെ എഫ് ഷാർപ്പ്. എഫും പിന്നെ എഫ് ഷാർപ്പും. ഓക്കെ, എഫും പിന്നെ സി ഷാർപ്പും. എത്ര പതിലേ അല്ലേ? ഇവിടെ ഓരോന്നും ഓരോ അക്ഷരങ്ങളും കറക്റ്റായിട്ട് ഓരോ കീ എവിടെയാണെന്ന് ഏത് അക്ഷരങ്ങളൊന്നും അത് എവിടെ സ്ഥാനത്താണെന്നൊക്കെ കൊടുക്കാറ്. കാരണം ഈ നമ്മളിപ്പോൾ നമുക്കത് നോക്കിയിട്ട് വേണം അതിങ്ങനെ ഓരോന്ന് എവിടെ നോക്കണമെങ്കിൽ. അപ്പോൾ അവിടെ ഒഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഞാനിവിടെ. നമ്മളെന്താ ഇനി അടുത്തത്? ലാംഗ്വേജ്. ഓക്കെ, അതെങ്ങനെയാണ് ഇപ്പം എന്താ ചോദിക്കുക? ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ അറിയോ, നമ്മൾ എന്താ എല്ലാ ഭാഷയിലും നമ്മൾ ഓരോ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഷയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് അലോ എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ ജപ്പാനീസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്, അല്ലെന്നൊക്കെ ചൈനീസ് ഉണ്ട്, അങ്ങനെ ഓരോന്നില്ലേ. എല്ലാ ഭാഷകളിലും ഇവിടെ പറഞ്ഞു തരും അലോ എന്നുള്ളതിന് എന്താ പറയാന്നുള്ളത്. ജാപ്പനീസിൽ ഹലോ എന്ന് പറയുന്നത് കുനിച്ചിവ, ചൈനീസിൽ നീഹാം, സ്പാനിഷിൽ ഹലോ എന്ന് പറയുന്നത് ഓല, ഫ്രഞ്ചിൽ ബൂജു, പിന്നെ ഹിന്ദിയിൽ പറയുന്നത് നമസ്തേ, അറബിക്കിൽ പറയുന്നത് മർഹബൻ. ഇനി വേറൊരു വാക്ക് ഗുഡ് മോർണിംഗിന് ജാപ്പനീസില് ഓഹായോ ഗോസൈമസ് എന്നും പറയും. പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ ജാപ്പനീസിൽ കുനിഷിവ. അപ്പൊ കുനിഷിവനല്ലേ അലോ എന്ന് പറഞ്ഞാലും അതും സെയിം ആണ്. ഗുഡ് ഈവനിംഗിൽ കൊമ്പാവാ. ഗുഡ് നൈറ്റ് യസ്മി നസായി. അതെ, താങ്ക് യു എന്നുള്ള ജാപ്പനീസില് അരിഗാട്ടോ ഗോസൈമസ്ത. താങ്ക് യു എന്നില്ലേ? എന്താണ് ഒന്നുകൂടി പറഞ്ഞത്? അരിഗാട്ടോ ഗോസൈമസ്ത ജാപ്പനീസ്. പിന്നെ ഗുഡ് ബൈന് സയോനാര. സ്പാനിഷില് ഗുഡ് മോർണിംഗ് ആണ് ബോയ്നോസ് ദിയാസ്. പിന്നെ ഗുഡ് ആഫ്റ്റർനൂണിൽ ബോയ്നോസ് താർദേസ്. ഗുഡ് ഈവനിങ്ങിലും ഗുഡ് നൈറ്റിലൊക്കെ ബോയ്നോസ് നോട്ടീസ്. രണ്ട് സെയിമാ? ഓക്കെ. ഈ എങ്ങനെ ഇതൊക്കെ പഠിച്ചേ? യൂട്യൂബിൽ ഇങ്ങനെ കേട്ടിട്ടല്ലേ? അടിപൊളി. അല്ല, അപ്പൊ ആവേശത്തിന്റെ പാട്ടാണ് നമ്മൾ വായിക്കാൻ പോണേ അടുത്തത്. ഓക്കെ, ലിയോ ഞാൻ
അതാണ് അല്ലേ. ഇവിടെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവൾ പഠിച്ചെടുക്കണം. അവൾക്ക് അതായത് നമുക്കിപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല ഓരോ ഭാഷകൾ പഠിക്കാന്നുള്ളത്. പക്ഷേ അവളതിങ്ങനെ കേട്ടിട്ടേ അവൾക്ക് അങ്ങനെ മനസ്സിൽ കയറിക്കണം ഓരോ കാര്യങ്ങളും. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇവരൊക്കെ കഴിവ് എന്ന് പറയുന്നത്. ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണ് ഇവിടെ. ഒരുപാട് ഇപ്പോൾ അല്ലേ ഇതൊക്കെ അവൾക്ക് കിട്ടിയ മൊമെൻറ്റോളാണ്, ഓരോ അവാർഡുകൾ. ഇവൾക്ക് ഓരോ ഭാഗത്തും. ഇപ്പോൾ ദുബായിൽ ഇപ്പോൾ അടുത്ത് പോയിരുന്നു അല്ലേ. ദുബായിൽ നമ്മൾ ഏതായിരുന്നു സംഘടന ഏതായിരുന്നു? വിളക്ക്. ഓക്കെ. വിളക്കിൻ്റെ കൂടെ ഇവിടെ പോയിരുന്നു. ഞാൻ കണ്ടിരുന്ന വീഡിയോ ഒക്കെ ഉഷാറായി. നമ്മളെ നമ്മളെ എല്ലാവരും പരിചയപ്പെടില്ല. അപ്പോൾ നമ്മളെ ഓരോ ഉപ്പയാണത്, ഒരു പനെ പരിചയപ്പെടുത്തി സിദ്ദീഖ് പേര്. അപ്പോൾ ഞാൻ മൂപ്പർക്ക് 2 മാസത്തിന് മുമ്പൊക്കെ വിളിച്ചിരുന്നു. ഞങ്ങൾ മുമ്പും പരിചയമുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുള്ള മൂപ്പരെ കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ മോളെ പറ്റി നമുക്ക് എന്താ വെച്ചാൽ മോള് ഇപ്പം എനിക്ക് നടക്കാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും അതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടുള്ള കാര്യം ഒരാളെ കാഴ്ച ഇല്ലാതാകുമ്പോൾ. കാരണം ഒരുപാട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കാഴ്ച ഇല്ലാന്നില്ല. കാരണം അത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. കുറച്ച് നമ്മൾ കണ്ണ് ചിമ്മി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ വന്ന ഡേറ്റ് എനിക്ക് അറിയോ? വർഷം ഞാൻ പറഞ്ഞുതരാം. 2024 മെയ് 2 യെസ്, ഇന്ന് ഞാൻ വന്ന ഡേറ്റ് ആണ് ഈ പറയുന്നില്ലേ. അപ്പോൾ ഇനി ഇതോട് മറക്കൂല അല്ലേ? മറക്കോ? ഇല്ല. മൊമെന്റോസ് എത്ര കിട്ടി? 101. ഓ ആണല്ലേ, 101 അവാർഡുകൾ മൊമെന്റോസ് കിട്ടി. ഇതൊക്കെ ഒരു അവാർഡാണ്. അവാർഡാണ് അവൾക്ക് കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും അല്ലേ ഏറ്റവും വലിയ അവാർഡാണ് നമ്മളെ മൊമെന്റോള്. ഇതിൻ്റെ വീട്ടിൽ വരണോ? ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ കൊണ്ടുപോകും കേട്ടോ. ഒരു ദിവസം കൊണ്ടുപോകാം, നമുക്ക് വരണം കേട്ടോ. വരും വിളിക്കുമ്പോൾ വരുമോ? പാല കൂടെ വന്നാൽ മതി കേട്ടോ. പിന്നെ അപ്പോൾ ഇതൊക്കെ നമ്മളെ കഴിവുകൾ. ഇതിലും ഒരുപാട് കഴിവുകളുണ്ടല്ലേ. അപ്പോൾ ഇതിൽ കുറച്ച് മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. എന്തായാലും ഇവിടെ ഒരുപാട് ചികിത്സകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാവാനുള്ള കാഴ്ച തിരിച്ചിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥനയും അതുപോലെ ചികിത്സിക്കാനേ പറ്റുള്ളൂ. ഇൻഷാ അല്ലാ അല്ലേ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ പറയും. എല്ലാവരും പ്രാർത്ഥിക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ ഗുഡ് ബൈ.